ഹർഷ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ശശി തരൂർ CPM-ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരെ ആകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ശശി തരൂർ പ്രതികരിച്ചിട്ടുണ്ട്. ദുബായിലെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് വെറും മാധ്യമ നറേറ്റീവ് മാത്രമായിരുന്നു, അത്തരം സംഭവമല്ല, ഇത് ഞാൻ പാർട്ടിയെ അറിയിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. പക്ഷേ ദുബായിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നോ താൻ CPM-ലേക്ക് ഇല്ലെന്നോ ശശി തരൂർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും ആ സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇനിയിപ്പോൾ ഏതൊക്കെ പാർട്ടിയിലേക്ക് പോകണം എന്നുള്ളത് വലിയൊരു സംശയമാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു ഹൈപ്പ്, ആദ്യത്തെ വാർത്തയ്ക്ക് കിട്ടിയ ഒരു ജനശ്രദ്ധ തീർച്ചയായും രണ്ടാമത്തെ വാർത്തയ്ക്ക് കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശശി തരൂർ CPM-ലേക്ക് പോകുമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പല കോണുകളിൽ നിന്നും വന്നപ്പോഴും പോയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നും ശശി തരൂർ CPM-ലേക്ക് പോകില്ല എന്നുള്ള ഒരു നിലയിൽ വന്നത് എത്ര പേര് അറിഞ്ഞു എന്നുള്ളത് അറിയില്ല. ഈ ഒരു വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ അങ്ങനെ മാധ്യമങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള ഒരു വഴി ഒരുക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ ശശി തരൂർ തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, ശശി തരൂർ ഇത്തരത്തിൽ എപ്പോഴും ഓരോ തവണയും കോൺഗ്രസിനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കോൺഗ്രസുമായി ചെറിയ ചെറിയ പിണക്കങ്ങളിലേക്കാകുന്നു. ഇവിടെ എറണാകുളത്ത് വെച്ച് നടന്ന ആ ഒരു മഹാപഞ്ചായത്ത് വേളയിൽ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി തന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള വഴി വെച്ചു കൊടുത്തത് മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് പൊതുജനം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം ഇത് പടച്ചുവിടുമ്പോൾ മറ്റുള്ള മാധ്യമങ്ങൾ അത് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ശശി തരൂരിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ നിന്നും ഇത് നമുക്ക് ഈ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ്. അതെ, ഒരു കാര്യം ആലോചിക്കണം. ഇപ്പോ ഹർഷ പറഞ്ഞ കാര്യം ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ശശി തരൂർ CPM-ലേക്ക് പോകുന്നു, ശശി തരൂർ BJP-യിലേക്ക് പോകുന്നു എന്ന് നമ്മളിരുന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം സ്വന്തം കയ്യിലിരിപ്പോണ്ടാണ്. ഇപ്പോൾ VD സതീശൻ CPM-ലേക്ക് പോകുന്നു നമ്മൾ പറയുന്നില്ല, ഒരിക്കലും ഇല്ല. BJP-യിലേക്ക് പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. VD സതീശ്, അതാണ് VD സതീശനെ തന്നെ എടുത്തത്. BJP-യിലേക്ക് പോകുന്നു പറയുന്നില്ല, CPM-ലേക്ക് പോകുന്നു പറയുന്നില്ല, പാർട്ടി വിടുമെന്ന് പറയുന്നില്ല. അദ്ദേഹം ആകെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 110 സീറ്റ് നേടിയിട്ടില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതാണ്. അത് അദ്ദേഹം ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ശശി തരൂർ ഇങ്ങനെ സ്വന്തമായി കുഴിച്ച കുഴിയിൽ വീണിട്ട് നിങ്ങൾ എന്നെ കുഴിയിലിട്ടില്ല എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. ഈ പിണറായി സ്തുതിയും അതുപോലെ തന്നെ മോദി സ്തുതിയും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരുന്ന സമയമാണ്. ഒന്ന് ആലോചിക്കണം, കോൺഗ്രസിൽ എത്ര നല്ല നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്ന 5ഓളം നേതാക്കളുണ്ടെന്ന് ഇടതുപക്ഷ ഹാൻഡിലുകൾ വരെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല നേതാക്കൾ ഇരിക്കുമ്പോൾ ഇവരെയൊക്കെ പുകഴ്ത്താൻ എന്താണ് ശശി തരൂരിന് ഇത്ര മടി? ഇപ്പോൾ മോദിയെ പുകഴ്ത്താൻ പറ്റുന്നുണ്ട്, പിണറായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും ആവാലോ. അതുകൊണ്ടാണ് ഈ സംശയം വരുന്നത്. പുകഴ്ത്തിയില്ലെങ്കിലും വേണ്ടിയില്ല, ഇകഴ്ത്താതിരുന്നെങ്കിൽ അത്രയും നല്ലതെന്ന് പറയും. ഓരോ സാഹചര്യം കിട്ടുമ്പോഴും കോൺഗ്രസിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കാൻ സാധിക്കുമോ അതെല്ലാം തന്നെയും കൃത്യമായി ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ചെറിയ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ, അല്ലെങ്കിൽ തനിക്ക് അതൃപ്തിയാകുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ പിന്നീട് ശശി തരൂർ അത് ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു കുറിപ്പ് എഴുതി. അദ്ദേഹം എല്ലാത്തിനെയും കുറിച്ച് എഴുതുന്ന ഒരാളാണ്. അദ്ദേഹം അത് എഴുതുന്നതിൽ വിശ്വപൗരനാണ്. അദ്ദേഹത്തിന് എന്തും പറയാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ തന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. അവകാശമുണ്ട്. പക്ഷേ ആ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ അവകാശങ്ങൾ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് വിജയിച്ചു വന്ന ഒരാളാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്നായതുകൊണ്ട് മാത്രം വിജയിച്ചു വന്ന ഒരാളാണ്. ഒരുപക്ഷെ BJP-യിലേക്കോ CPM-ലേക്കോ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്രത്തോളം നാവ് ഉയർത്താനുള്ള ഒരു റൈറ്റ് ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ഒന്ന് ആലോചിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരു CPM അനുഭാവി ഹർഷയോട് പറഞ്ഞിരുന്നില്ലേ, ഞങ്ങൾക്കെങ്ങും വേണ്ട CPM-നെ എന്ന്. ഇത് തന്നെയാണ് CPM-ന്റെ നയവും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിൽ നിന്നുകൊണ്ട് മോദി സ്തുതി പാടുന്ന, അല്ലെങ്കിൽ പാർട്ടിയുടെ കുതുകാല് വെട്ടുന്ന ആൾക്കാരെ എങ്ങനെയാണ് CPM പോലൊരു പാർട്ടി സ്വീകരിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഇപ്പോൾ CPM-നകത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പാർട്ടിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ നേതാവിനെയോ പുകഴ്ത്തി പറഞ്ഞാൽ അതോടുകൂടി ആ വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി പോലും അവസാനിക്കുന്ന നിലയിലേക്ക് CPM മാറ്റുമെന്നുള്ളതാണ്. BJP ആണെങ്കിലും അതുപോലെ തന്നെയാണ്. BJP-യിൽ നിന്നുകൊണ്ട് മറ്റൊരു പാർട്ടിയെയോ പുകഴ്ത്തി പറയാൻ അവർ അനുവദിക്കില്ല. കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമാണ് തന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും തന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും നിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ശശി തരൂർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പാർട്ടി അത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി അത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ CPM അങ്ങാണോ ആയിരുന്നിരിക്കണം? അതെ, എങ്കിൽ പിന്നെ അദ്ദേഹം ഈ പറയുന്നത് പോലെ ഒരു സമയം 2ഉം 3ഉം വഞ്ചിയിൽ കാല് വെച്ച് നിൽക്കുന്ന ഈ ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ്. അതെ, ശശി തരൂർ CPM-ലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരം സ്വഭാവങ്ങളെല്ലാം വേറെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണന്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ അദ്ദേഹത്തിന് ഭയമില്ലെങ്കിൽ പോലും കണ്ടിരിക്കുന്ന നമുക്ക് ഭയമുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ
നിങ്ങൾ ഇരിക്കുന്ന ഇടം നോക്കാതെ പോകേണ്ട ഇടത്തേക്ക് നോക്കി അമ്പ് ചെയ്യുന്ന പരിപാടി നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ബേസിക്കലി പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ശശി തരൂർ ഇപ്പോൾ എത്രയൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടി അറിയിച്ചോളാം എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പോയാൽ തനിക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ പോലും പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാം. അതെന്തുകൊണ്ടാണ് നമ്മളത് പറയാൻ സാഹചര്യം? CPM-ൽ മറ്റൊരു നേതാവിനെ ഉയർത്തി കാണിക്കാനില്ലാത്തത് കൊണ്ട് കോൺഗ്രസിൽ നിന്നൊരു നല്ലൊരു നേതാവ് പോയാൽ അവർക്ക് അവിടെ അതിന് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനു മുൻപ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് ഇത് തന്നെയായിരുന്നു. മറ്റ് പാർട്ടികളിൽ നിന്നും CPM-ലേക്ക് വരുന്നവരെ സ്ഥാനാർത്ഥിത്വം നൽകിക്കൊണ്ട് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ CPM-ൽ തന്നെ പല പ്രവർത്തകർക്കും അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വർഷങ്ങളായി CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്നവരെക്കാൾ കൂടുതൽ CPM വില കൊടുക്കുന്നത് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം കൂടെ നിൽക്കുന്ന ആളുകളെയാണ്. ഇപ്പോൾ പാർട്ടിക്ക് വളരെ ആരാണ് കൂടെ വേണ്ടത്, അവരെ മാത്രം പാർട്ടി ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരുന്നു CPM എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരെ ചാക്കിട്ട് പിടിക്കാൻ നടക്കുന്നത് എന്ന്. താഴെത്തട്ടിലുള്ള പ്രവർത്തകർ കൊഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് നിർത്താൻ ഒരാളെ വേണ്ടേ? ഇപ്പോൾ ശശി തരൂർ തന്നെ പറയുന്നുണ്ട് ദുബായിലെ കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരൊറ്റ പ്രസ്താവന നടത്തേണ്ട കാര്യമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞങ്ങൾ നടത്തിയിട്ടില്ല, CPM-ലേക്ക് ഞാൻ പോകില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്. മറ്റേ ഈ റീല് കട്ട് ചെയ്തിടാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, പക്ഷെ അദ്ദേഹം ചെയ്തില്ല. അപ്പൊ അതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഇപ്പോൾ ഈ പുറത്തു വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് വന്ന റിപ്പോർട്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഉറ്റ ചങ്ങാത്തമുള്ള ഒരു വ്യവസായി ദുബായിൽ വെച്ച് ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്തിനായിരുന്നു? ഇത് തന്നെയാണ് എല്ലാവരും ചോദിച്ചത്. അപ്പൊ CPM-ലേക്ക് വരുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവില്ലേ? ഇനി CPM-ലേക്ക് എന്തിനു വരുന്നു? അവിടെ മുഖ്യമന്ത്രിക്ക് കാൻഡിഡേറ്റ് ഇല്ല, മുഖ്യമന്ത്രിയാകാൻ വേറെ കാൻഡിഡേറ്റ് ഇല്ല. ഇപ്പോൾ പിണറായി വിജയന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് മാറി നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്നറിയാം. എന്നാലും ടേം വ്യവസ്ഥയിൽ ആദ്യത്തെ 2 വർഷം മുഖ്യമന്ത്രിയായിരുന്നാലും രണ്ടാമത് മുഖ്യമന്ത്രിയാകാൻ ഒരാൾ വേണ്ടേ? ആരാണ് ഉണ്ടാവുക? ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ ആക്കാനായിരിക്കും മുഖ്യമന്ത്രിക്ക് താല്പര്യമെങ്കിൽ പോലും അത് സാധിക്കില്ലായിരിക്കും. നിർത്താൻ എടുത്തു കാണിക്കാൻ ഒരു കാൻഡിഡേറ്റ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്തു. എങ്ങനെയും വിജയിക്കുക എന്നുള്ളൊരു നയത്തിലൂടെയാണ് CPM ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? മന്ത്രിമാരോട് പറഞ്ഞു നമ്മൾ ചെയ്ത കാര്യങ്ങൾ അറിയിക്കുക, അവർ ചെയ്യാത്ത കാര്യങ്ങൾ അറിയിക്കുക, 10 വർഷം മുമ്പ് കേരളത്തിൽ എന്തില്ലായിരുന്നു എന്ന് അറിയിക്കുക, ക്ഷേമ പെൻഷന്റെ കാര്യം കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു. പക്ഷെ എന്നാലും വിജയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ബൂം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് CPM. എങ്ങനെയെങ്കിലും ഒരു ബൂം ഉണ്ടാക്കുക. അപ്പോൾ കോൺഗ്രസ് വിട്ട് ശശി തരൂർ CPM-ലേക്ക് വരുന്നു എന്നുള്ള ബൂം ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും UDF-നെ താഴെ ഇറക്കുക, ഇപ്പൊ നിൽക്കുന്ന ഹൈപ്പിൽ നിന്ന് താഴേക്ക് അടിച്ചിടുക എന്നുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷെ ഇതൊക്കെ എവിടെയോ പാളിപ്പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഏതോ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്ക് ആവുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്.